രസമുണ്ട്. ഹായ് ഗായ്സ്, അപ്പൊ നമ്മൾ രണ്ടുപേരും മാത്രമേ എത്തിയിട്ടുള്ളൂ. അപ്പൊ നമ്മള് ചെറിയൊരു പരിപാടി എടുക്കാൻ ഒരു കൊറിയനില് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം മതി ഫോട്ടോസ് ബൂത്ത് പറഞ്ഞിട്ട്. സോ ഫോട്ടോ ബൂത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഐ എം സോ എക്സൈറ്റഡ് ബിക്കോസ് ഞാൻ കുറെ ഡ്രാമ കാര്യങ്ങളൊക്കെ കാണുന്ന ആളാണ്. ഞാൻ അതിന്റെ അഡിക്റ്റ് അല്ല. അതെ, ഫോട്ടോസ് നമുക്ക് റെഡി, അതായത് ഇപ്പൊ തന്നെ നമുക്ക് കിട്ടും അതിന്റെ കോപ്പീസ്. ഇപ്പൊ ഫോട്ടോ എടുക്കാൻ ഇപ്പൊ തന്നെ കിട്ടും. ഓക്കെ, സോ എടുക്കട്ടെ. ഓക്കെ ഗൈസ്, നിങ്ങൾ റെഡി ആവാൻ കൊടുക്കട്ടെ. സോ ഇഷ്ടമുള്ള ടെംപ്ലേറ്റ് യൂസ് ചെയ്യാം. ഗൈസ്, സോ ക്യാമറ ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്തുണ്ടാവന്റെ കർത്താവ്. താങ്ക് യു. പ്ലീസ് മതി, നമ്മുടെ കഴിഞ്ഞു. നോക്കട്ടെ. ഓ, കുഴപ്പമില്ല അല്ലേ? ഞാൻ രണ്ടാമത്തെ ഫ്ലോപ്പായി എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ കുഴപ്പമില്ല, മിസ്സുണ്ട്. ഞങ്ങളെ റൂമിൽ പോയിട്ട് ഫ്രഷ് ആയി വന്നിട്ട് വീഡിയോസ് എടുക്കാൻ വേണ്ടി ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. പക്ഷേ നമ്മുടെ ബാക്കിയുള്ളവർ വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മളിപ്പോ വെള്ളം കുടിക്കണം. അപ്പൊ സോനക്ക് നല്ല പോലെ ദാഹിക്കുന്നുണ്ട്. അവിടെ നേരത്തെ വന്നല്ലേ, സമയം പറഞ്ഞു കൊടുക്കുക. എപ്പോഴാണ് വരുന്നത്? 6:22 ട്രെയിന്. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് 6:21. ഓട്ടോ ഡ്രൈവർ പറയാ, മോളെ ഇന്ന് എത്തിക്കും അവിടെ. അമ്മാരി സ്പീഡിൽ എന്റെ അവിടുന്ന് കോൺവെന്റിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്ന. അല്ല, ഊബർ ബുക്ക് ചെയ്തിട്ട് ഞാൻ വന്നതാ. ഇത്രയും കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ അനുഭവിച്ചിട്ടാണ് എന്റെ കുട്ടി വന്നത്. ഓക്കെ, വെള്ളമില്ല, സ്റ്റാൻഡേർഡ് ഇല്ല. ജ്യൂസ് കുടിക്കാൻ വേണ്ടിട്ട് പോണേ. ജ്യൂസ് പറയും, ജ്യൂസ്. ഓക്കെ, ഇവിടെ ഇരുന്നാണ് ഞങ്ങൾ ജ്യൂസ് കുടിച്ചത്. സോറി ഗൈസ്, ഒന്നും വിചാരിക്കരുത്. ഞാൻ ജ്യൂസ് കണ്ടപ്പോ പിന്നെ നിങ്ങളൊന്ന് മറന്നുപോയി. അതാണ് പ്രശ്നം. ഇനി നമ്മൾ ഡയറക്റ്റ് റൂമിലേക്ക് പോവാം. വിചാരിക്കും, പക്ഷെ ഇന്ന് അതേപോലെ ആവരുതെന്നാണ് അത് മുന്നേ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇത്രയും സഹകരിക്കുന്നത്. സാധാരണ ഞാനിങ്ങനെ വീഡിയോ എടുത്ത് അത് വെറുപ്പിക്കുമ്പോ ഞാൻ ഇവിടെ ബന്ധപ്പെടുന്നത്. സാധാരണ ഞാൻ വീഡിയോ എടുത്ത് വെറുപ്പിക്കാൻ നിങ്ങൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ടല്ലേ ഇത്? സത്യം പറഞ്ഞാല് എന്താ പറയാ, മതി ഇതാക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ റിയലൈസ് ചെയ്തു, നമുക്ക് ഇപ്പം മാക്സിമം എടുക്കാൻ പറ്റും അത്രത്തോളം എടുക്കാതെ പിന്നീട് നമ്മൾ ഒരു 3-4 മാസം കഴിഞ്ഞിട്ട് ഇനി മീൻസ് കാണുള്ളൂ. അല്ലെ ഇവനോടൊക്കെ കല്യാണം കഴിക്കാൻ പറയണം. രണ്ട് കയ്യിലും ഇവളുടെ ഫേവറേറ്റ് ഒരു സംഭവം കണ്ടുപിടിച്ചു. നമുക്ക് എനിക്കൊക്കെ ഫുഡാണ് ഗൈസ്. ഞങ്ങളിപ്പോൾ റൂമിലെത്തി. ഫ്രഷ് ഒന്നും ആയില്ല, ഞങ്ങൾ ജസ്റ്റ് റീൽസൊക്കെ എടുക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. സോ ഹായ് ഗൈസ്, അപ്പോ നമ്മള് ഫുഡ് കഴിക്കാൻ പോവാണ്. അത്യാവശ്യം വേറെ ഞാൻ മാത്രം ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. ഞാൻ ചേഞ്ച് ചെയ്തിട്ടില്ല. ഓൾറെഡി ഡ്രസ്സൊക്കെ ഇതൊക്കെ
എന്താ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ബാക്കി ഡീറ്റെയിൽ ആയിട്ട് പറയൂ. ഒരു ഫുള്ള് ഒരു ഹാഫ്. കെയർ ചെയ്യണം. ഒരു കുപ്പി ബോട്ടിൽ വെള്ളം മതി. ഇതെന്താണ് സോന? ചില്ലി ചിക്കൻ. ചില്ലി ചിക്കൻ എടുക്കും. അച്ചാറ് കഴിച്ചു നോക്ക് സാധനം. സാധനം എടുക്കും. എനിക്കത് മതിയോ? വേണോ? നമ്മൾ ഫുഡ് വേസ്റ്റ് ആക്കരുത്, ആവശ്യത്തിന് മാത്രം വാങ്ങിയാൽ മതി അല്ലേ? മൈ ഫേവറേറ്റ് പിക്കൽ നാരങ്ങയാണ്, നാരങ്ങച്ചാറ്. Oh my God. This is chili chicken guys. എനിക്ക് എല്ലുള്ള പീസ് ഉണ്ട്. അപ്പൊ എങ്ങനെയുണ്ട് പറയട്ടോ. നിനക്ക് ദം ബിരിയാണി. എനിക്ക് ഹോട്ടലിലെ ബിരിയാണി ഇഷ്ടമല്ല, മടുക്കും. അതിപ്പോ ഗീ റൈസ് ആണ്. ഗീ റൈസ് കുഴപ്പമില്ല, മടുക്കില്ല. ദം ബിരിയാണി എനിക്ക് മടുക്കും. പക്ഷെ എനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ ചേച്ചി ഉണ്ടാക്കുന്ന ബിരിയാണി, ചിക്കൻ കറി, സത്യം ചിക്കൻ കറി റൈസ് സെപ്പറേറ്റ് വെക്കും. ഞങ്ങൾ മാനാഞ്ചിറ പോവാണ്. അല്ല ഇവിടുന്ന് വാങ്ങി ആരപ്പത് ഒറ്റക്ക് ക്രോസ് ചെയ്ത് വന്നേ നോക്കട്ടെ. പ്രൗഡ് മൊമെന്റ്സ്. പാനിപൂരി ചലഞ്ച് ചെയ്യാൻ ഒരു പ്ലേറ്റിന് 50. ഒരു ഐസ് വാങ്ങിയാണ്. ഷിഫ്നയിൽ പരാതി എന്താണെന്നറിയാം, എപ്പോഴും ഞാനാണ് ഗൈസ് ഫോണ് കൈ പിടിച്ചിങ്ങനെ നടക്കുന്നത്, അതുകൊണ്ട് വീഡിയോയിലൊന്നും. പക്ഷെ ഇത് ഇടൂല്ല കേട്ടോ.
ആയില്ലേ? അതെന്താ ഒരു പേരക്കയോ? ഇത് മാങ്ങ, ഇത് പേരക്ക, ഒരു പക്ഷെ ഞങ്ങൾ അവിടെ ഉണ്ട് guys.